എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിൽ 2 അധികാര കേന്ദ്രങ്ങളാണുള്ളത്. രാമൻ്റെ അയോധ്യയും രാവണൻ്റെ ലങ്കയും. രാമൻ്റെ അയോധ്യ ത്യാഗത്തിൻ്റെയും രാവണൻ്റെ ലങ്ക ഭോഗത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ത്യാഗത്തിൻ്റെയും ഭോഗത്തിൻ്റെയും സംഘട്ടനമാണ് രാമായണം. ത്യാഗവും ഭോഗവും തമ്മിലുള്ള സംഘട്ടനമാണ് രാമായണം. ദശരഥൻ കൊടുത്ത വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാമന് വനവാസത്തിന് പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. രാമൻ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ മൊത്തം ഉപേക്ഷിച്ച് വനവാസത്തിന് പുറപ്പെട്ടു. കൂടെ ലക്ഷ്മണനും കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ മൊത്തം ഉപേക്ഷിച്ച് വനവാസത്തിന് പുറപ്പെട്ടു. കൂടെ സീതാദേവിയും അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് വനവാസത്തിന് പുറപ്പെട്ടു. ഊർമിളയാകട്ടെ തൻ്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ഭർത്താവിനെ തടഞ്ഞു വച്ചതുമില്ല. എന്നാൽ രാവണനാകട്ടെ ഭോഗാസക്തിയിൽ ലയിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സ്ത്രീകളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്ന് തടങ്കലിൽ വെക്കുക, സഹോദരനെ ആട്ടിപ്പായിച്ച് പുഷ്പക വിമാനം സ്വന്താക്കി വെക്കുക, മണ്ഡോദരിയുടെ വാക്കുകൾ മുഴുവനും നിഷേധിച്ച് ഭോഗാസക്തിയിൽ മുഴുകി സർവനാശം രാവണന് സംഭവിക്കുകയും ചെയ്തു. ത്യജിക്കുന്നതിൻ്റെയും പിടിച്ചു വെക്കുന്നതിൻ്റെയും, അതായത് ഭോഗത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഗുണവും ദോഷവും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. നമസ്കാരം.